നമ്മുടെ രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ചരിത്രം കുറിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി. നേപ്പാൾ സ്വദേശിനിയായ 22-കാരിയായ യുവതിക്കാണ് തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. രാജ്യാതിർത്തികൾ ഭേദിച്ചുള്ള കേരളത്തിന്റെ കരുതലിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് ഈ ശസ്ത്രക്രിയ. ഹൈപ്പർ ട്രോഫിക് കാർഡിയോ മയോപ്പതി എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സ തേടിയെത്തിയ നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിക്കാണ് ഇതോടെ പുതിയ ജീവൻ ലഭിക്കുന്നത്. ഹൃദയവ്യക്തികൾക്ക് കനം കൂടുന്ന അവസ്ഥയാണത്. സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചികിത്സാ ചെലവ് താങ്ങാനാകാത്തതിനാലാണ് ഈ പെൺകുട്ടി എറണാകുളം ജനറൽ ആശുപത്രിയെ സമീപിച്ചത്. അവരുടെ രാജ്യമായ നേപ്പാളിൽ ഇതിനുള്ള ചികിത്സാ സൗകര്യങ്ങളില്ലായിരുന്നു. ദുർഗയുടെ അമ്മയും സഹോദരിയും സമാനമായ രോഗത്തിന് കീഴടങ്ങി മരണപ്പെടുകയും ചെയ്തിരുന്നു. സഹോദരൻ മാത്രമാണ് ദുർഗക്കൊപ്പം ഇപ്പോഴുള്ളത്. ഇവർ ഒരു വർഷമായി ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ്. ഒരു വിദേശ വനിത ആയതിനാൽ അവയവദാനത്തിനുള്ള മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് നിയമപരമായ ഒട്ടേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച് അതിനുള്ള ഇളവ് നേടിയെടുത്തു. അനുയോജ്യമായ ഒരു ദാതാവിനെ കാത്തു മാസങ്ങളായി ഇവർ കേരളത്തിൽ തന്നെ തുടരുകയായിരുന്നു. കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി 47 വയസ്സുള്ള ഷിബുവിന്റെ ഹൃദയമാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നേപ്പാൾ സ്വദേശിനിക്ക് നൽകിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവനെ നഷ്ടമായ ആ വേദനയ്ക്കിടയിലും അവയവദാനത്തിന് ഷിബുവിന്റെ ബന്ധുക്കൾ സന്നദ്ധരായിരുന്നു. അതോടെയാണ് ചരിത്രപരമായ ഈ ശസ്ത്രക്രിയയ്ക്ക് കളമൊരുങ്ങുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എയർ ആംബുലൻസ് മാർഗമാണ് ഈ ഹൃദയം കൊച്ചിയിലെത്തിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ഹൃദയവുമായി എയർ ആംബുലൻസുകൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം സ്വകാര്യ ആശുപത്രിയായ ലിസിയിലേക്കായിരുന്നു പോയിരുന്നത്. എന്നാൽ ഇത്തവണ ലക്ഷ്യം എറണാകുളം ജനറൽ ആശുപത്രിയാണെന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ശ്രദ്ധേയമായ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് ദാതാവിൽ നിന്നും ഹൃദയം ശസ്ത്രക്രിയ നടത്തി ശേഖരിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ എയർ ആംബുലൻസ് ഷിബുവിന്റെ ഹൃദയവുമായി യാത്ര തിരിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ ജോർജ് വാളൂരാൻ, ഡോക്ടർ ജിയോ പോൾ, ഡോക്ടർ രാഹുൽ, ഡോക്ടർ പോൾ, ഡോക്ടർ വിജോ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. ഇപ്പോൾ 3 മണിയോടെ എയർ ആംബുലൻസ് എറണാകുളത്ത് ഹയാത്തിന്റെ ഹെലിപ്പാഡിലെത്തുകയും പിന്നീട് മിനിറ്റുകൾക്കകം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. ഏതാണ്ട് 50 മിനിറ്റ് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് എത്തിയത്. ഇതോടെ ഷിബുവിന്റെ ഹൃദയം ഇനി ദുർഗാഗാമിയുടെ ശരീരത്തിൽ സ്പന്ദിച്ചു തുടങ്ങുകയാണ്. ഷിബുവിന്റെ ഹൃദയത്തിന് പുറമെ 2 വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയും ദാനം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരാൾ ചർമ്മം ദാനം ചെയ്യുന്നതെന്ന പ്രത്യേകതയും ഈ അവയവദാന ദൗത്യത്തിനുണ്ട്. കേരളത്തിന്റെ ചികിത്സാ മേഖലയിൽ രാജ്യവും ലോകവും ഉറ്റുനോക്കുന്ന ഒന്നായി ഈ അവയവദാന പ്രക്രിയ മാറിയിരിക്കുകയാണ്. ദാനം ചെയ്ത ത്വക്ക് നിലവിൽ സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കാനാണ് തീരുമാനം. ദാതാവിൽ നിന്നും ഹൃദയം എടുത്ത് 4 മണിക്കൂറിനുള്ളിൽ സ്വീകർത്താവിൽ അത് സ്പന്ദിച്ച് തുടങ്ങിയാലേ ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്നും ഹൃദയം ചുരുങ്ങിയ സമയം കൊണ്ട് എറണാകുളത്ത് എത്തിക്കുക എന്നതായിരുന്നു ഈ വിഷയത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഘട്ടം. അതാണിപ്പോൾ 3 മണിയോടെ വിജയകരമായി പൂർത്തിയാക്കിയത്.